ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അവസാന സമയം നിർണായക നീക്കം. JDS ഒരു മഹാത്യാഗത്തിന് തയ്യാറാകുന്നു. ഒറ്റ കാരണത്തിന്റെ പേരിൽ BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ JDS മഹാത്യാഗത്തിന് തയ്യാറാകുന്നു. ആ ത്യാഗം അഭിനന്ദനാർഹമാണ്, സംശയം വേണ്ട. അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് BJPയുടെ ചതിക്കുഴിയിലേക്ക് കയറിപ്പോകുന്ന MLA-മാർ കണ്ടുപഠിക്കേണ്ട ഒരു മഹാപാഠം. HD ദേവഗൌഡയും കുമാരസ്വാമിയും വളരെ വ്യക്തമായി ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ പുതിയ പ്ലാൻ കൊണ്ടുവരുന്നു, പ്ലാൻ ബി. ആ പ്ലാൻ ബി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയാക്കപ്പെടുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായതിനു ശേഷം ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും JDS-ഉം തയ്യാറായി മുന്നോട്ട് വരുന്നു. തീരുമാനം ഇതാണ്, അതായത് JDS-ന് ഒരു മന്ത്രി പദവും വേണ്ട. JDS പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണക്കും. രാജ്യസമ്മർദ്ദം മുന്നോട്ട് വെക്കുന്ന MLA-മാർക്ക് മന്ത്രിപദം നൽകിക്കൊണ്ട് അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു നീക്കം. ഒരു ജംബോ മന്ത്രിസഭ ആവശ്യമില്ല, വലിയ ഒരു മന്ത്രിസഭ ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് JDS-ന്റെ മന്ത്രിമാർ അവർ പിന്നിലോട്ട് പോകുന്നു. മുഖ്യമന്ത്രി കുമാരസ്വാമി പിന്നിലോട്ട് പോകുന്നു. മറിച്ച് അധികാരം വേണ്ട, കോൺഗ്രസിനെ പിന്തുണക്കാനുള്ള ഒരു പ്ലാൻ ബി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് JDS എത്തിയിട്ടുള്ളത്. പക്ഷേ HD ദേവഗൌഡയുടെ ഒരു സുപ്രധാന തീരുമാനമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന മല്ലികാർജുന ഖാർഗെയെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് മറ്റൊരു വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് കടന്നു പോകും. പക്ഷേ മല്ലികാർജുന ഖാർഗെയെ കൊണ്ടുവരുമ്പോൾ പോലും മറ്റൊരിടത്ത് വലിയ പ്രശ്നം ഉദിക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസും മറ്റുള്ളവരുമൊക്കെ പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സിദ്ധരാമയ്യ വിഷയമാണ്. സിദ്ധരാമയ്യ വിഭാഗം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് അവരും രാജിക്ക് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അങ്ങനെ നിലവിൽ JDS പരിപൂർണമായും പുറത്തുനിന്ന് പിന്തുണക്കുന്നുണ്ട്. പക്ഷേ ചില നിബന്ധനകൾ JDS മുന്നോട്ട് വെക്കും. അധികാരം പരിപൂർണമായിട്ടും കൈയൊഴിയാൻ തയ്യാറല്ല, മറിച്ച് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ പിന്തുണ നടപ്പിലാക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും JDS-ന്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. പക്ഷേ എന്നാൽ പോലും 10 MLA-മാർ വീണ്ടും മന്ത്രിപദം നൽകുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്ലാൻ ബി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വിപ്ലവകരമായ തീരുമാനം കോൺഗ്രസും JDS-ഉം കൂടി കർണാടകയിൽ നടപ്പിൽ വരുത്തും. അങ്ങനെ BJP-യുടെ 6ാമത്തെ തന്ത്രവും പൊളിച്ചടക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒറ്റ കാര്യം, ഇത് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ 10 MLA-മാരും മന്ത്രിപദത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.